നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടപ്പോൾ ഇക്കൊല്ലത്തെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം തുടർച്ചയായ 9ാം വർഷവും ഫിൻലാൻഡ് 1ാം സ്ഥാനം നേടി. എന്നാൽ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം ലോകമെമ്പാടുമുള്ള യുവാക്കളുടെ മാനസിക ആരോഗ്യത്തെയും സന്തോഷത്തെയും സാരമായി ബാധിക്കുന്നതായി റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകി. ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ വെൽബീയിങ് റിസർച്ച് സെന്റർ, ഗാലപ്പ്, ഐക്യരാഷ്ട്രസഭ എന്നിവർ സംയുക്തമായിട്ടാണ് ഈ പഠനം നടത്തിയത്. 140 രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം 1 ലക്ഷത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചാണ് സർവേ നടത്തിയത്. തുടർച്ചയായി 9ാം വർഷവും ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ രാജ്യമായി ഫിൻലാൻഡ് തെരഞ്ഞെടുക്കപ്പെട്ടു. നോർഡിക് രാജ്യങ്ങൾ 1ാം റാങ്കിങ്ങിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. സമ്പത്ത്, സമത്വം, ശക്തമായ ക്ഷേമ സംവിധാനങ്ങൾ, ഉയർന്ന ആയുർദൈർഘ്യം എന്നിവയാണ് നോർഡിക് ആധിപത്യത്തിന് കാരണങ്ങൾ എന്ന് റിപ്പോർട്ട് പറയുന്നു. ശക്തമായ സാമൂഹിക കുടുംബ ബന്ധങ്ങൾ കാരണം കോസ്റ്റാറിക്ക 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ദിവസം 7 മണിക്കൂറിൽ കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് മാനസിക തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ സ്ഥാനം 116ാമതാണ്. ഐസ്ലാൻഡ്, ഡെൻമാർക്ക് എന്നിവയാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കോസ്റ്റാറിക്ക 4ാം സ്ഥാനത്തെത്തി. ശക്തമായ കുടുംബ ബന്ധങ്ങളാണ് ഇവിടുത്തെ സന്തോഷത്തിന് കാരണം. അതേസമയം ജനസംഖ്യയിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യ പട്ടികയിൽ ഏറെ പിന്നിലായി, 116ാം സ്ഥാനം. അയൽ രാജ്യങ്ങളായ ചൈന 65ഉം പാകിസ്ഥാൻ 104ഉം ഇന്ത്യയേക്കാൾ മുന്നിലാണ്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഉഴലുന്ന അഫ്ഗാനിസ്ഥാനാണ് പട്ടികയിൽ ഏറ്റവും അവസാനം. സന്തോഷ പട്ടികയിലെ ആദ്യ 10 രാജ്യങ്ങളെ നോക്കിയാൽ ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, ഡെൻമാർക്ക്, കോസ്റ്റാറിക്ക, സ്വീഡൻ, നോർവേ, നെതർലാൻഡ്സ്, ഇസ്രായേൽ, ലുക്സംബർഗ്, സ്വിറ്റ്സർലൻഡ് എന്നിവയാണ്. ജർമ്മനിയുടെ സ്ഥാനം 17ാമതാണ്. അമേരിക്ക 23ാം സ്ഥാനം നേടി. യൂറോപ്പിലെ പ്രമുഖ രാജ്യങ്ങളിൽ 2026 തുടക്കത്തിൽ തൊഴിൽ വിസ നിയമങ്ങളിൽ വന്ന ഏറ്റവും പുതിയ മാറ്റങ്ങൾ ഒന്നുകൂടി ഇവിടെ വ്യക്തമാക്കുകയാണ്. വിദഗ്ധ തൊഴിലാളികൾക്കും, അതായത് സ്കിൽഡ് വർക്കേഴ്സിനും ജോലി അന്വേഷിക്കുന്നവർക്കും ഈ മാറ്റങ്ങൾ വളരെ നിർണായകമാണ്. ആദ്യമായി ജർമ്മനിയാണ്. തൊഴിലാളികൾക്കുള്ള സംരക്ഷണം, അതായത് സെക്ഷൻ 45C 2026 ജനുവരി 1 മുതലാണ് ഇത് നടപ്പാക്കി തുടങ്ങിയത്. ജർമ്മനിയിലുള്ള തൊഴിലുടമകൾ വിദേശത്ത് നിന്ന് തൊഴിലാളികളെ നിയമിക്കുമ്പോൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ചും സൗജന്യ നിയമപരമായ നിയമസഹായ കേന്ദ്രങ്ങളെക്കുറിച്ചും, അതായത് ഫെയർ ഇന്റഗ്രേഷൻ തുടങ്ങിയവയെക്കുറിച്ച് നിർബന്ധമായും അറിവ് നൽകിയിരിക്കണം. അടുത്തത് ബ്ലൂ കാർഡാണ്. ഇതിന്റെ ശമ്പള പരിധി പുതുക്കുകയും ചെയ്തു. സാധാരണ ജോലികൾക്ക് പ്രതിവർഷം 50,700 യൂറോയും IT അല്ലെങ്കിൽ സയൻസ് തുടങ്ങിയ മേഖലകളിൽ 45,934 യൂറോയും ശമ്പളം ഉണ്ടായിരിക്കണം. ഇനി ജർമ്മനിയിലെ മറ്റൊരു വിസ കാറ്റഗറിയായ ഓപ്പർച്യൂണിറ്റി കാർഡ് അല്ലെങ്കിൽ ചാൻസൺ കാർഡ്, ജോലി തിരയാനായി ജർമ്മനിയിലേക്ക് വരാൻ സഹായിക്കുന്ന പോയിന്റ് അടിസ്ഥാനത്തിലുള്ള ഈ സംവിധാനം ഇപ്പോഴും സജീവമാണ്. എന്നാൽ ഭാഷ കൃത്യമായി അറിഞ്ഞിരിക്കണം. അടുത്തത് UK ആണ്. ശമ്പള പരിശോധന, അതായത് സാലറി കോംപ്ലിയൻസ്, ഇക്കൊല്ലം ഏപ്രിൽ മുതൽ നടപ്പിലാക്കുന്ന പുതിയ നിയമപ്രകാരം സ്പോൺസർ വിസയിൽ ഉള്ളവർക്ക് ഓരോ മാസവും കൃത്യമായ ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് സർക്കാർ കർശനമായി പരിശോധിക്കും. വർഷാവസാനം ശമ്പളം കണക്കാക്കുന്ന രീതിക്ക് പകരം ഓരോ മാസത്തെയും പേ സ്ലിപ്പുകളായിരിക്കും നിരീക്ഷിക്കുക. ഭാഷാ പരിജ്ഞാനം നോക്കുമ്പോൾ PR-ന് അപേക്ഷിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ഭാഷാ നിലവാരം A1-ൽ നിന്ന് A2-ലേക്ക് ഉയർത്താൻ തീരുമാനമായിട്ടുണ്ട്. വിസ ബ്രേക്കിനെ പറ്റി പറഞ്ഞാൽ ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നിയന്ത്രണങ്ങൾ ഇത് മാർച്ച് 26 മുതലാണ് പ്രാബല്യത്തിൽ വരിക. അടുത്തത് ഫ്രാൻസ് ആണ്. ഭാഷയും സിവിക് ടെസ്റ്റും ഇവിടെ നിർബന്ധമാണ്. ഫ്രാൻസിൽ റെസിഡൻസ് പെർമിറ്റിനായി അപേക്ഷിക്കുന്നവർക്ക് 40 ചോദ്യങ്ങളുള്ള ഒരു സിവിക് എക്സാം, അതായത് ഫ്രഞ്ച് മൂല്യങ്ങളെ കുറിച്ചുള്ള പരീക്ഷ പാസ്സാകണം. കൂടാതെ ഫ്രഞ്ച് ഭാഷാ നിലവാരം A2, B1, B2 തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും നിർബന്ധമാവും. കൂടാതെ ടാലന്റ് പാസ്പോർട്ട്, ഉയർന്ന വൈദഗ്ധ്യമുള്ളവർക്ക് നൽകുന്ന ടാലന്റ് പാസ്പോർട്ട് വിസയുള്ളവർക്ക് നേരത്തെ പറഞ്ഞ കഠിനമായ പരീക്ഷകളിൽ നിന്നും ഇളവുണ്ട്. അതുപോലെ തന്നെ മെയ് 1 മുതൽ ഫ്രാൻസിലെ വിസ റെസിഡൻസ് പെർമിറ്റ് ഫീസുകളിൽ വർധനവും ഉണ്ടാകും. ഇനി പൊതുവായ മാറ്റങ്ങളെ പറ്റി പറഞ്ഞാൽ EU സിംഗിൾ പെർമിറ്റിലേക്ക് നോക്കിയാൽ യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ നടപ്പാക്കുന്ന സിംഗിൾ പെർമിറ്റ് നിയമം മെയ് മാസത്തോടുകൂടി കൂടുതൽ രാജ്യങ്ങളിൽ പ്രാബല്യത്തിൽ വരും. ഇത് ജോലി ചെയ്യുന്ന രാജ്യത്ത് താമസിക്കാനും ജോലി ചെയ്യാനും ഒരൊറ്റ അപേക്ഷയിലൂടെ അനുമതി നൽകുന്ന കാര്യമാണ്. അപേക്ഷ നൽകി 90 ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയിക്കണമെന്നും പുതിയ നിർദ്ദേശമുണ്ട്. അതായത് ഈ മാറ്റങ്ങൾ ഓരോ രാജ്യത്തെയും തൊഴിൽ മേഖലയും അനുസരിച്ചിരിക്കും. പ്രത്യേകിച്ച് IT അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വ്യത്യസ്തമായിരിക്കും. അതേസമയം ജർമ്മനിയിലെ വിദഗ്ധ തൊഴിലാളികൾക്കുള്ള സ്കിൽഡ് വർക്കേഴ്സ് വിസ നടപടികൾ ലളിതമാക്കിക്കൊണ്ടുള്ള പുതിയ നിയമങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ജർമ്മൻ ക്യാബിനറ്റ് അംഗീകരിച്ച സ്കിൽഡ് ഇമിഗ്രേഷൻ ആക്ട് പ്രകാരം പ്രധാനമായും 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഇളവുകൾ നടപ്പിലാക്കിയത്. ഇനി പറയുന്നതാണ് ഇതിന്റെ വിശദാംശങ്ങൾ. ഓപ്പർച്യൂണിറ്റി കാർഡ്, ജോലി അന്വേഷിക്കുന്നവർക്കായി ജർമ്മനി പുതുതായി അവതരിപ്പിച്ച സംവിധാനമാണിത്. ജോലി ഇല്ലാതെ തന്നെ വരാം. ജർമ്മനിയിൽ ഒരു ജോലി വാഗ്ദാനം, അതായത് ജോബ് ഓഫർ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ എത്തി ജോലി അന്വേഷിക്കാം. പക്ഷേ സർക്കാർ ജോലി തരുമെന്ന്
ഇല്ലെന്ന് പറയുന്നില്ല. വിസ മാത്രമേ സർക്കാർ തരുവുള്ളൂ. ഭാഷ കൃത്യമായി അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ പെട്ടുപോകുമെന്നുള്ള ഒരു കാര്യം ഒരിക്കൽ കൂടി ഞങ്ങൾ ഒരു മുന്നറിയിപ്പായി നൽകുകയാണ്. ഇതിന് പോയിന്റ് സിസ്റ്റമാണ്. ഓരോരുത്തരുടെയും വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം, പ്രായം, അതായത് ജർമ്മൻ, ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിശ്ചിത പോയിന്റുകൾ ലഭിച്ചാൽ ഈ കാർഡിന് അർഹതയുണ്ടാവും. ഇവിടെ എത്തുന്നവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഈ വിസയിൽ ജർമ്മനിയിൽ ഇരിക്കുമ്പോൾ തന്നെ ആഴ്ചയിൽ 20 മണിക്കൂർ വരെ പാർട്ട് ടൈം ജോലി ചെയ്യാനും അനുവാദമുണ്ട്. ജോലി ചെയ്യണമെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്യണമെങ്കിലും കണ്ടുപിടിക്കണമെങ്കിലും ഭാഷ കൃത്യമായി അറിഞ്ഞിട്ടില്ല എങ്കിൽ അതും ലഭിക്കില്ല. അടുത്ത വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയമാണ്. മുൻപ് ജർമ്മനിയിൽ ജോലി ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ജർമ്മൻ നിലവാരത്തിന് തുല്യമാണെന്ന് തെളിയിക്കുന്ന റെക്കഗ്നീഷൻ പ്രക്രിയ നിർബന്ധമായിരുന്നു. പുതിയ നിയമത്തിൽ ഇതിന് വലിയ ഇളവുണ്ട്. അതായത് രാജ്യങ്ങൾ അംഗീകരിച്ച ഡിഗ്രിയോ വൊക്കേഷണൽ ട്രെയിനിങ്ങോ ഉണ്ടാവുകയും കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായാൽ മാത്രം മതി. പക്ഷേ ഭാഷ ഒരു പ്രശ്നമാണ്, അത് സൂക്ഷിക്കുക. IT മേഖലയിൽ ഉള്ളവർക്ക് ഡിഗ്രി ഇല്ലെങ്കിൽ പോലും പ്രവൃത്തി പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ വിസ ലഭിക്കും. വിസ ജർമ്മനിയിലേക്ക് വരാൻ മാത്രമാണ്. പക്ഷേ ജോലി ലഭിക്കണമെങ്കിൽ ഭാഷ ഉണ്ടാവണം. ഇനി ശമ്പള പരിധിയിലെ കുറവെന്ന് പറയുന്നത് ബ്ലൂ കാർഡിന് മാത്രമാണ്. ഉയർന്ന ശമ്പളമുള്ള ജോലിക്കാർക്ക് നൽകുന്ന EU ബ്ലൂ കാർഡ് ലഭിക്കാനുള്ള വാർഷിക ശമ്പള പരിധി ജർമ്മനി കുറച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യക്കാർക്ക് പ്രത്യേക പരിഗണനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ജനുവരിയിൽ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർച്ച് ഇന്ത്യയിൽ സന്ദർശനം നടത്തിയതിന്റെ വെളിച്ചത്തിലാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുമായി ജർമ്മനി ഒപ്പിട്ട പ്രത്യേക കരാർ പ്രകാരമാണ് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വിസ നൽകുന്നതിൽ മുൻഗണന ലഭിക്കുന്നത്. ഇന്ത്യക്കാർക്കുള്ള വാർഷിക വിസ 20,000 നിന്ന് 90,000 ഉയർത്തിയത് ഒലാഫ് ഷോൾസിന്റെ ഗവൺമെന്റാണ്. എന്നാൽ ഇത് എത്രയും വേഗം നടപ്പിലാക്കണം എന്നാണ് പുതിയ ഗവൺമെന്റും ചാൻസലർ മെർച്ചും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ചില മേഖലകളിൽ ജർമ്മൻ ഭാഷ നിർബന്ധമില്ലെങ്കിലും, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ജർമ്മൻ ഭാഷ നിർബന്ധമില്ല. എന്നാൽ നഴ്സിംഗ് പോലെയുള്ള മേഖലകളിൽ ഇപ്പോഴും ഭാഷാ പരിജ്ഞാനം നിർബന്ധമായും ഉണ്ടാവണം. വിദഗ്ധ തൊഴിലാളികൾക്ക് തങ്ങളുടെ പങ്കാളികളെയും മക്കളെയും എളുപ്പത്തിൽ ജർമ്മനിയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് ഇവിടെ ജോലി ചെയ്യാനുമുള്ള അനുമതിയും പുതിയ നിയമം ഉറപ്പാക്കുന്നുണ്ട്. എന്തായാലും ജർമ്മൻ ഗവൺമെന്റ് വിസ നിയന്ത്രണത്തിൽ ഇളവ് നൽകുമ്പോൾ അത് ഭാഷ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന കാര്യം മറക്കാതിരിക്കും. നിർമ്മിത ബുദ്ധി, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ലോകത്തെ പ്രമുഖ സാങ്കേതിക രാജ്യങ്ങൾ ഒരു ആഗോള ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. ഡീപ് ഫേക്കുകൾ നിയന്ത്രിക്കാനും വിവര സുരക്ഷ ഉറപ്പാക്കാനും ഈ കരാർ ലക്ഷ്യമിടുന്നുണ്ട്. G7 രാജ്യങ്ങളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. CMI സഭയുടെ പരമാധികാരിയായ പ്രിയോർ ജനറലായി റവറൻ ഡോക്ടർ പോൾ അച്ചാണ്ടി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. മുൻപ് 6 വർഷം സഭയുടെ പ്രിയോർ ജനറലായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം സഭയുടെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ്. നേരത്തെ 2014 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം സഭയുടെ പ്രിയോർ ജനറൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മുൻ പരിചയവും ഭരണ നൈപുണ്യവും സഭയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് കരുത്താകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. CMI സന്യാസ സമൂഹത്തിന്റെ 39ാമത് ജനറൽ ബോഡിയിലാണ് അടുത്ത 6 വർഷത്തേക്കുള്ള സഭ നേതൃത്വത്തെ തെരഞ്ഞെടുത്തത്. 1992 ഡിസംബറിലാണ് റവറൻ ഡോക്ടർ പോൾ അച്ചാണ്ടി വൈദിക പട്ടം സ്വീകരിച്ചത്. ചെന്നൈ IITയിൽ നിന്ന് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ഡോക്ടറേറ്റും MBA ബിരുദവും നേടിയിട്ടുണ്ട്. ബംഗളൂരു ക്രൈസ്റ്റ് കോളേജിലെ മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗം തലവനായിരുന്നു. തൃശൂർ ദേവമാത പ്രൊവിൻസിന്റെ വികാർ പ്രൊവിൻഷ്യലായും പിന്നീട് പ്രൊവിൻഷ്യലായും സേവനമനുഷ്ഠിച്ചു. തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ, ബംഗളൂരു ധർമാരാം വിദ്യാക്ഷേത്രത്തിന്റെ വൈസ് ചാൻസലർ, ധർമാരാം കോളേജിന്റെ റെക്ടർ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. 2031 CMI സഭ സ്ഥാപിതമായതിന്റെ 200ാം വാർഷിക, അതായത് ബൈസെന്റിനറി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് CMI സഭ. സഭയുടെ ഈ ചരിത്രപരമായ കാലഘട്ടത്തിൽ സഭയെ നയിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഫാദർ പോൾ അച്ചാണ്ടിയിൽ അർപ്പിതമായിരിക്കുന്നത്. സഭയെ പുതിയ ആത്മീയ ഉയരങ്ങളിലേക്ക് നയിക്കാൻ സ്ഥാപക പിതാവായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ദർശനങ്ങൾ ആധുനിക ലോകത്ത് പ്രാവർത്തികമാക്കാനും റവറൻ ഡോക്ടർ പോൾ അച്ചാണ്ടിയുടെ നേതൃത്വത്തിന് സാധിക്കട്ടെ എന്നും പരിശുദ്ധാത്മാവിന്റെ വഴിനടത്തലിൽ സഭയെ കൂടുതൽ ചൈതന്യവത്താക്കാൻ പുതിയ പ്രിയോർ ജനറലിന് സാധിക്കട്ടെ എന്നും ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. ഐഫോണുകളിൽ വൻ സുരക്ഷാ ഭീഷണി ഉണ്ടായതായി റിപ്പോർട്ട്. ഡാർക്ക് സോഡ് വൈറസ് ആണ് ഇപ്പോൾ പടർന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഐഫോണുകളെ ബാധിക്കുന്ന പുതിയൊരു സൈബർ ആക്രമണത്തെക്കുറിച്ച് സുരക്ഷാ ഗവേഷകരാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വാട്സാപ്പ് സന്ദേശങ്ങൾ, ഇമെയിലുകൾ, ഫോട്ടോകൾ എന്നിവയെല്ലാം ഇതിലൂടെ ചോർത്തപ്പെട്ടേക്കാം എന്നാണ് മുന്നറിയിപ്പ്. ജർമ്മനിയിലെ ഹിൽഡേഴ്സ്ഹൈം രൂപതയിൽ സീറോ മലബാർ വിശ്വാസികൾക്കായി വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ ഒരുങ്ങുന്നു. വലിയ നോമ്പുകാലത്തിന്റെ പുണ്യ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസികൾക്കായി ഹിൽഡേഴ്സ്ഹൈം രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിൽ കർത്താവിന്റെ പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങളിൽ പങ്കുചേരാനും ജീവിത നവീകരണം പ്രാപിക്കാനുമായി വിശ്വാസികളെ സ്വാഗതം ചെയ്യുന്നതായി സീറോ മലബാർ ചാപ്പലിനും കോർഡിനേറ്ററുമായ ഫാദർ സിറിയക് ചന്ദ്രൻകുന്നൽ MST അറിയിച്ചു. മാർച്ച് 21 ശനിയാഴ്ച ഗോട്ടിങ്ങൻ സെന്റ്
സെന്റ് പൗലൂസ് പള്ളിയിൽ ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 19 മണി വരെ കുമ്പസാരവും ആരാധനയും വിശുദ്ധ കുർബാനയും അനുഭവ പങ്കുവയ്ക്കലും ഉണ്ടാവും. അതേസമയം നോമ്പുകാല ധ്യാനം മാർച്ച് 26 മുതൽ 28 വരെയാണ്. ബുർഗ്ഡോർഫ് സെന്റ് നിക്കോളാസ് പള്ളിയിൽ മാർച്ച് 26 വ്യാഴം മുതൽ 28 ശനി വരെ ഉച്ചകഴിഞ്ഞ് 15 മണി മുതൽ 19:30 വരെയാണ് പ്രത്യേക നോമ്പുകാല ധ്യാനം നടക്കുക. റവൻ ഡോക്ടർ ജിജോ പെരുവള്ളിൽ VCN ടീമാണ് ധ്യാനം നയിക്കുന്നത്. ധ്യാന ദിവസങ്ങളിൽ കുമ്പസാരത്തിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ഇനിയും വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിലേക്ക് കടന്നാൽ ഓശാന ഞായറാഴ്ച അതായത് മാർച്ച് 29 വൈകുന്നേരം 17 മണിക്കാണ് ബുർഗ്ഡോർഫ് സെന്റ് നിക്കോളാസ് പള്ളിയിൽ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. വിശുദ്ധ കുർബാനയും അഗാപ്പയും ഉണ്ടായിരിക്കും. പെസഹ വ്യാഴം ഏപ്രിൽ 2 20 മണിക്കാണ് ബുർഗ്ഡോർഫ് സെന്റ് നിക്കോളാസ് പള്ളിയിലാണ് തിരുക്കർമ്മങ്ങൾ. ദുഃഖവെള്ളിയാഴ്ച ഏപ്രിൽ 3 ഉച്ചകഴിഞ്ഞ് 15 മണിക്ക് ലാറ്റ്സൺ സെന്റ് മദലിന്റെ പള്ളിയിൽ പീഡാനുഭവ സ്മരണ തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കും. ദുഃഖശനിയാഴ്ച അതായത് ഉയർപ്പ് തിരുനാൾ ഏപ്രിൽ 4 വൈകുന്നേരം 5 മണിക്ക് ഗോട്ടിങ്ങൻ സെന്റ് വിൻസെന്റ് കിർഷയിലാണ് ഉയർപ്പ് തിരുനാൾ കർമ്മങ്ങൾ നടക്കുക. ഉയർപ്പ് ഞായറാഴ്ച ഏപ്രിൽ 5 17 മണിക്ക് ബുർഗ്ഡോർഫ് സെന്റ് നിക്കോളാസ് പള്ളിയിൽ ഉയർപ്പ് തിരുനാൾ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. ഉയർപ്പ് തിങ്കളാഴ്ചയും അതായത് ഏപ്രിൽ 6 11 മണിക്ക് ഹാനോവർ സെന്റ് മാർട്ടിൻ പള്ളിയിൽ വിശുദ്ധ കുർബാനയും അഗാപ്പയും ഉണ്ടായിരിക്കും. ധ്യാന ദിവസങ്ങളുടെ സമാപനത്തിൽ ഭക്ഷണം ക്രമീകരിക്കുന്നതിനാൽ പങ്കെടുക്കുന്നവർ അതാത് സ്ഥലത്തെ പ്രതിനിധികളെ മുൻകൂട്ടി വിവരം അറിയിക്കേണ്ടതാണെന്നും ഫാദർ സിറിയക് ചന്ദ്രകുന്നേൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ബുർഗ്ഡോർഫ്, ജോൺസൺ, ലാറ്റ്സൺ, ലിസൺ വർഗീസ്, ഹാനോവർ സിജോ ജോസ്, ഗോറ്റിങ്ങൻ നോബിൾ സാലോസ് എന്നിവരുമായി ബന്ധപ്പെടുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.